നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താഭാഗം സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം 4-ാം വാക്യം. യഹോവേ, നിന്റെ വഴികൾ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകൾ എനിക്ക് ഉപദേശിച്ചു തരണമേ. നമ്മൾ യഹോവയോട് പറയുകയാണ് ദൈവത്തിൻ്റെ അതേ പാതകളിൽ നമ്മൾ വഴി നടത്തുവാനായിട്ട്. വേദപുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള വഴികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന് ജീവനിലേക്കുള്ള വാതിലും മറ്റൊന്ന് നാശത്തിലേക്കുള്ള വാതിലും. ജീവനിലേക്കുള്ള വാതിലിലൂടെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇടുങ്ങിയ വഴിയിലൂടെ ജീവനിലോട്ട് കിടക്കാം. ഇനി അതേസമയം നാശത്തിലേക്കുള്ള വഴിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ വിശാലമായ വഴിയിലൂടെ സഞ്ചരിച്ച് നമുക്ക് നാശത്തിലോട്ടും എത്താം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവം ഓപ്ഷൻസ് തരാറുണ്ട്. നമ്മളാണ് ചൂസ് ചെയ്യുന്നത് ജീവൻ വേണോ അതോ നാശം വേണമോ എന്നുള്ളത്. ഒരിക്കൽ കൂടി ഏവർക്കും വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഒരു കഥയുണ്ട്, നമുക്ക് കേട്ട് പരിചയമായൊരു കഥയാണ്. കഥയിലെ ഒരു പിതാവും അദ്ദേഹത്തിൻ്റെ 2 മക്കളുമുണ്ട്. മൂത്തതൊരു ആൺകുട്ടിയാണ്, ഇളയതും ഒരു ആൺകുട്ടി. ഇവർ 2 പേരും വളരെ സന്തോഷത്തോടു കൂടെ വളർന്നു വന്നു. ഈ അപ്പനാണെങ്കിൽ മുഴുകുടിയനാണ്. ഏത് സമയവും മദ്യപിച്ച് തൊട്ടടുത്ത വീടുകളിലും സഭയിലും ഒക്കെ ബഹളം വെക്കും. അങ്ങനെ ഇരിക്കെ ഈ അപ്പന് പെട്ടെന്നൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ആക്സിഡൻറ്റ് സംഭവിക്കുകയും ഹോസ്പിറ്റലിലാവുകയും അങ്ങനെ അപ്പം മരിക്കുകയും ചെയ്തു. നമ്മുടെ മക്കൾ ഇങ്ങനെ വളർന്നു വന്നപ്പോൾ ഈ മക്കളോട് ഒരിക്കൽ സഭയിലെ പുരോഹിതൻ ചോദിച്ചു, മോനെ നിനക്ക് ആരാകണം? ആദ്യത്തെ ആൾ പറഞ്ഞു, അച്ചോ എനിക്ക് എൻ്റെ അപ്പനെ പോലെ ആവണ്ട, എനിക്ക് പഠിച്ച് വലുതായി ഒരു ബിസിനസ്സുകാരനാകണമെന്ന് പറഞ്ഞു. ഇളയവനോട് ചോദിച്ചു, എടാ നിനക്ക് ആരെപ്പോലെ ആകണം? അപ്പോൾ ഇവൾ പറഞ്ഞു, അച്ചോ എൻ്റെ അപ്പനൊരു കുടിയനാണ്, എനിക്ക് എൻ്റെ അപ്പനെ പോലെ ആയാൽ മതി, അതാവുമ്പോൾ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ. അങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി, വർഷങ്ങൾ കഴിഞ്ഞു വന്നപ്പോൾ ഈ 2 മക്കളും വലുതായി. വീണ്ടും ഈ അച്ഛൻ ഈ മക്കളെ കണ്ടു. ആദ്യത്തെ ആളോട് ചോദിച്ചു, എടാ നീ ഇപ്പോൾ ആരാണ്? നീ അന്ന് പറഞ്ഞതുപോലെ വലിയ ബിസിനസ്സുകാരനായിട്ട് മാറിയോ? അപ്പോൾ അവൻ പറഞ്ഞു, അച്ചോ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥിച്ച് പഠിച്ച് ഇന്നൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഇളയവനോട് ചോദിച്ചു, നീയോ? അച്ചോ എനിക്ക് വലിയ മാറ്റമൊന്നുമില്ല, ഞാൻ ഇപ്പോഴും ഇങ്ങനെ കുടിച്ച് എൻ്റെ സുഹൃത്തുക്കളോട് കൂടെ കളിച്ചുല്ലസിച്ച് നടക്കുവാണ്. ഈ 2 മക്കൾക്കും ഇഷ്ടമുള്ള വഴി സെലക്ട് ചെയ്യാമായിരുന്നു. പക്ഷെ മൂത്തവനാകട്ടെ അപ്പനെ പോലെ ആകണ്ട എന്ന് പറഞ്ഞ് നല്ല വഴി സെലക്ട് ചെയ്തു. ഇനി ഇളയവനോ അപ്പനെ പോലെ ആയാൽ മതിയെന്നും പറഞ്ഞിട്ട് കുടിയുള്ള ജീവിതം സെലക്ട് ചെയ്തു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും എപ്പോഴും ഈ 2 ചോയ്സുകൾ വരാറുണ്ട്. പള്ളിയിൽ പോകണോ പള്ളിയിൽ പോകണ്ടേ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. രാവിലെ എഴുന്നേറ്റ് കുറച്ചധികം സമയമൊക്കെ എടുത്ത് പള്ളിയിൽ രാവിലെ പോകുന്നതും അതേസമയം ഞായറാഴ്ച കിടന്നുറങ്ങുന്നതും നമ്മുടെ ചോയ്സാണ്. നമ്മൾ ജീവൻകളിലേക്കുള്ള പാതയാണെങ്കിൽ വഴി ഇടുക്കമുള്ളതാണെങ്കിൽ പോലും എന്താണ്, നമ്മൾ ജീവനിലോട്ടാണ് എത്തുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടുകളും ജീവിതത്തിൻ്റെ പല പല പ്രശ്നങ്ങളും വരുമ്പോൾ അവിടെ തളർന്നു പോകാതെ നമ്മൾ ഈ പാതയിലൂടെ തന്നെ മുന്നേറിപ്പോവും. അതേസമയം നാശത്തിലേക്കുള്ള വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ ജീവിതം എവിടെയൊക്കെ തട്ടിമുട്ടി അങ്ങ് പോയിരുന്നാൽ പോലും നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് നാശത്തിലായിരിക്കും. ഈ 2 മക്കളുടെ ജീവിതവും നമുക്കതാണ് പറഞ്ഞു തരുന്നത്. നമുക്കൊരു കോളുണ്ട്, കോൾ കഴിഞ്ഞിട്ട് മടങ്ങി വരാം. ഹലോ, നമസ്കാരം. ഇതാരാ വിളിക്കുന്നത്? ഞാൻ അന്നമ്മ ബേബി അങ്കമാലിയിൽ നിന്നും. ഓക്കെ, അന്നമ്മാൻ്റെ സുഖാണോ? അവിടെ എല്ലാവരും സുഖമായിരിക്കണോ? ഇവിടെ എല്ലാവർക്കും സുഖം. ആന്റിക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. കാലാവസ്ഥ ഭയങ്കര സഹിക്കാൻ പറ്റണില്ല, നല്ല ചൂടാണല്ലേ? ആണ്. ഓക്കെ, ആന്റി ബൈബിള് വായിച്ചായിരുന്നോ? ബൈബിള് വായിച്ചായിരുന്നു. ഇന്ന് എന്താ വായിച്ചത്? ഇന്ന് ഞാൻ വായിച്ചത് സക്കായിയെ കുറിച്ചാണ്. സക്കായിയുടെ കഥയൊക്കെ അറിയാലോ ആന്റിക്ക്? അറിയാമായിരുന്നു, പക്ഷെ മറന്നു കിടക്കാറുന്നു. പക്ഷെ ഇന്നൊന്നും കൂടി ഓർത്തു. ഓക്കെ, എന്നാ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? പോകാലോ. ഓക്കെ, ആന്റിക്കുള്ള ആദ്യത്തെ ചോദ്യം, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മുൻപിൽ യേശു തള്ളി പറയുന്നത് ആരെയാണ്? മനുഷ്യന്റെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെ ഞാൻ എൻ്റെ പിതാവിന്റെ മുൻപിൽ തള്ളി പറയും. ഓക്കെ, വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം ആന്റി പറഞ്ഞിരിക്കുകയാണ്. ഉത്തരം മനുഷ്യരുടെ മുൻപിൽ യേശുവിനെ തള്ളി പറയുന്നവനെ. ഓക്കെ ആന്റി, ശരിയായിട്ടുള്ള ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ആന്റി? നാട്ടിൽ നല്ല ചൂടാണല്ലേ?
ചൂട് സഹിക്കാൻ പാടില്ല. ഓക്കെ, ഇവിടെയും ഭയങ്കര ചൂടാണ്. ആന്റിയുടെ വീട്ടിലെ എല്ലാവർക്കും സുഖമാണോ? ആ, എല്ലാവർക്കും സുഖമായിരിക്കണം. ഓക്കെ ആന്റി. ആന്റി ഒരു പാട്ട് പാടി തരാമോ ഞങ്ങൾക്ക് വേണ്ടി? ആ, പാടാലോ. ആ. എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അത് മനോഹരം, എന്ത് അത്ഭുതമാം ജീവിതം. എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അത് മനോഹരം, എന്ത് അത്ഭുതമാം ജീവിതം. ഓക്കെ ആന്റി നന്നായിട്ട് പാടിയല്ലോ. വളരെ മനോഹരമായിട്ടുള്ള വഴികളായിരുന്നു. യേശുവിന്റെ കൂടെയുള്ള വാസം നമുക്ക് ഭയങ്കര ആനന്ദമുള്ളതാണ്. ഇന്ന് ഞങ്ങളാണെങ്കിൽ വഴിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആന്റിക്ക് വഴിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? വേദപുസ്തകത്തിൽ നമുക്ക് 2 വഴികളുണ്ട്. അപ്പോൾ ആന്റിക്ക് എങ്ങനെയുള്ള വഴിയാണ് ഇഷ്ടം? അതായത് നമുക്ക് ജീവങ്കിലോട്ടുള്ള വഴിയാണോ ഇഷ്ടം, അതോ നാശത്തിലോട്ടുള്ള വഴിയാണോ ഇഷ്ടം? ജീവങ്കിലേക്കുള്ള വഴി. ഓക്കെ, നമുക്ക് ജീവങ്കിലേക്കുള്ള വഴിയിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പൊ ഈ പ്രശ്നങ്ങൾ ആന്റി എങ്ങനെയായിരിക്കും ഇങ്ങനെ ഓവർകം ചെയ്യണത്? എങ്ങനെ അഭിമുഖീകരിക്കും? പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ക്രിസ്തുവിലേക്ക് അടുക്കണം, പ്രാർത്ഥനയിലൂടെ. അതെ, നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മളെ സാത്താൻ നിരാശ കൊണ്ടുവരും. നീ ഇത്ര ദൈവത്തിലായിട്ടും നിനക്ക് ഇങ്ങനെ വന്നൂലോ, ഒന്നും അറിയാതെ നിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാർ, ദൈവത്തിനെ അറിയാണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു ദുഃഖമില്ലെന്ന് എന്ന് പറയും. സാത്താൻ നിരാശ കൊണ്ടുവരും. അപ്പൊ നമ്മള് പറയണം, എന്റെ ദൈവമേ സാത്താനെ ദൂരെ പോ, എന്റെ ദൈവത്താൽ ഞാൻ നിന്നെ ആട്ടിപ്പായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള കൃപ ദൈവത്തിനോട് ചോദിക്കണം. അതെ, നമുക്ക് എന്ത് പ്രശ്നം നമുക്ക് നല്ല വഴി ദൈവം തന്നെ നമുക്ക് നടക്കണം. നിനക്ക് മുൻപായി ഞാൻ നടക്കും, പിൻപായി നടക്കും എന്നാ ബൈബിൾ പറഞ്ഞേക്കണം. നമ്മൾ എന്ത് പ്രശ്നങ്ങൾ വന്നിരുന്നാലും നമ്മൾ ദൈവത്തോട് ചോദിക്കണം. ദൈവം നൽകുന്ന വഴിയിലൂടെ നമ്മൾ നടക്കണം, അല്ലേ ആന്റി? അതെ, ദൈവം ബൈബിളിൽ തന്നെ പറയുന്നത് നിനക്ക് മുൻപടയായും പിൻപടയായും നടക്കുമെന്ന് പറഞ്ഞേക്കണേ. മുമ്പിൽ മാത്രം നടക്കുന്നതല്ല പറഞ്ഞേക്കണേ, പിൻപിൽ മാത്രം നടക്കുന്നതല്ല പറഞ്ഞേക്കണേ. നിന്റെ യഹോ ഭക്തന് താൻ ഉറക്കത്തിൽ കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞേക്കണേ. ഓക്കെ, എന്താണോ വേണ്ടത് അത് ഉറക്കത്തിൽ ദൈവം കൊടുത്ത് അനുഗ്രഹിക്കും. എന്നാൽ നമുക്ക് 2ാമത്തെ ചോദ്യത്തിലോട്ട് പോകാമോ ആന്റി? പോകാലോ മോളെ. ഓക്കെ, ആന്റിക്കുള്ള 2ാമത്തെ ചോദ്യം, യേശു വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം വരുത്തുവാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? സമാധാനമല്ല, ഞാൻ വാൾ എത്ര വരുത്തുവാൻ വന്നിരിക്കുന്നത്. ഓക്കെ ആന്റി, ശരിയായിട്ടുള്ള ഉത്തരമാണ്, വാൾ വരുത്തുവാനാണ്. കൺഗ്രാറ്റുലേഷൻസ് ആന്റി. മോളെ. ഓക്കെ ആന്റി, 2 ചോദ്യങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. ആന്റി ഇന്ന് വേദപുസ്തകത്തിൽ സക്കായിയെ കുറിച്ച് വായിച്ചു അല്ലേ? അതെ. ഓക്കെ, ആന്റിയുടെ ജീവിതത്തില് പറഞ്ഞു ആന്റി. ആന്റിയുടെ ജീവിതത്തിൽ ഇതുപോലെ സക്കായി യേശുവിനെ കാണാനായിട്ടാണല്ലോ കാട്ടത്തിമേൽ കയറിയത്. എപ്പോഴെങ്കിലും യേശുവിനെ എനിക്ക് കാണണമെന്നിങ്ങനെ അതിയായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാൻ ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, നീ എനിക്ക് ഒന്ന് എന്റെ പ്രശ്നത്തിൽ ഇടപെടണം, നിന്നെ എനിക്ക് കാണണം, നീ ഞാനുമായിട്ടുള്ള ബന്ധം വലിയ ശക്തിയുള്ള ബന്ധമായിരിക്കണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ യേശു എനിക്ക് അത് ബൈബിളിൽ കൂടി തന്നെ മറുപടി പറയും. നമ്മുടെ പ്രശ്നം ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുമ്പോ ബൈബിളിൽ കൂടി തന്നെ ആ വചനം എന്നെ ഭയങ്കര ആശ്വസിപ്പിക്കുകയും ചെയ്യും. എനിക്ക് എന്തോ ഒരു നിധി കിട്ടിയതുപോലെ ഒരു സന്തോഷവുമായിരിക്കും. അപ്പൊ ഞാൻ എല്ലാവരോടും പറയും, ഇതെനിക്ക് ഇപ്പൊ ഇന്ന് എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് വെറും ഒരു ഇല പോലെയാണ്. കല്ലിരുന്ന് വന്നേ, പക്ഷെ അതൊരു ഇല പോലെ പോയി പോകും. അങ്ങനെ ഞാൻ എന്ത് പ്രശ്നം വന്നാലും ദൈവത്തിനോട് പറയാം. എന്നിട്ട് എന്റെ ഭർത്താവിന് അത്രയും വിശ്വാസമില്ല. അപ്പൊ അങ്ങേര് പറയും, നീ പ്രാർത്ഥിച്ചങ്ങനെ നിരതി എന്ന് പറയും. അപ്പൊ ഞാൻ പറയും, എന്റെ വിഷയം എന്തായാലും ഞാൻ രാവിലെയും വൈകുന്നേരത്തും ദൈവത്തിന് ദൈവം അത് ഉചിതമായ മറുപടി എനിക്ക് നൽകും. ഓക്കെ, നമ്മൾ എന്ത് പ്രാർത്ഥിച്ചിരുന്നാലും നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരമായിട്ട് യേശു കർത്താവുണ്ട് അല്ലേ ആന്റി? പിന്നെ ഞാൻ ഇത്രയും നാളെ എന്റെ വീട്ടില് എനിക്ക് എന്റെ ജീവിതത്തിൽ ഏത് ദുഃഖം വന്നാലും ഏത് വിഷയം വന്നാലും അപ്പൊ ഞാൻ ദൈവത്തിനോട് സങ്കടത്തോടെ പറയുന്ന ആ കാര്യത്തിൽ അപ്പൊ തന്നെ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു കഴിയുമ്പോ അതിന് തന്നെ മറുപടി, ദൈവമേ നീ ഇത്ര കരുതിയർന്ന് എന്നെ ഓർക്കും ഞാൻ. അപ്പൊ തന്നെ നമ്മുടെ മറുപടി തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മളെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓമല്ലൂർക്ക് യാത്ര പോയി. അപ്പൊ എനിക്കറിയാൻ പാടില്ല, ഫസ്റ്റ് ക്ലാസ്സില് സെക്കൻഡ് ക്ലാസ്സിലൊന്നും കയറാൻ പാടില്ല.
ഞങ്ങള് ടിക്കറ്റ് എടുത്ത് കേറി കുറച്ച് കഴിഞ്ഞപ്പോ ഈ അന്വേഷണത്തിന് വന്ന ചെക്കർ ആൾക്കാർ വന്നു. വന്നപ്പോ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു. അപ്പൊ TTR വന്നപ്പോ ഞാൻ ടിക്കറ്റ് എടുത്ത് കാണിച്ചു കൊടുത്തു. പറഞ്ഞു വേഗം ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ അയാള് 200 രൂപ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ദൈവമേ എനിക്ക് അറിയാൻ പാടില്ല, അയാളുടെ കാല് പിടിക്കാണ് ഞാൻ ഇരുന്ന് കാല് പിടിക്കാൻ. സോറി ഇത് കഴിക്കണ്ട, എനിക്ക് സ്റ്റേഷനിൽ ഇറങ്ങാൻ പറഞ്ഞു. ദൈവമേ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ കരഞ്ഞു. അതിൽ തന്നെ ഇരുന്ന് കരഞ്ഞു. അപ്പൊ അടുത്ത സ്റ്റോപ്പ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലമാണ്. അപ്പൊ ഞാൻ അയാളെ ഇറങ്ങി ടിക്കറ്റ് അടയ്ക്കാൻ പറഞ്ഞപ്പോ ഞാൻ അപ്പൊ തന്നെ അവിടെ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവിടെ ഇറങ്ങിയ ഒരു കൊച്ച്, ഞങ്ങൾക്ക് ഇനി ചെങ്ങന്നൂർക്ക പോണ്ടേ, ആ കൊച്ച് അതിനെ കൊണ്ടുപോകാൻ കാറ് വന്നിട്ടുണ്ടായി. ആ കാറ് കയറ്റി ഞങ്ങളെ ചെങ്ങന്നൂർക്കാൻ പോകണ്ടേ. അപ്പൊ ദൈവം ഇടപെട്ട സമയം നോക്കി. നമ്മൾ എന്ത് മനുഷ്യന്റെ മുമ്പില് ഒരു വിഷമായിട്ട് വന്നപ്പോഴും ദൈവം അത് കൃത്യമായിട്ട് നമുക്ക് ഇനി ചെങ്ങന്നൂർക്ക് പോവാൻ അല്ലെങ്കിൽ 30 രൂപ 40 രൂപ ബസ് കൊടുക്കണം, അത് നമ്മളെ കാറിന് കൊണ്ടുപോകാൻ ദൈവം മുമ്പേ ചെയ്തു. ഓക്കെ, നമുക്ക് മുൻപായിട്ട് നമ്മൾ ഫൈൻ കൊടുക്കേണ്ട അടുത്ത് ദൈവം നമുക്കായിട്ട് ഒരാളെ അയച്ച് യഥാസ്ഥാനത്ത് എത്തിച്ചേർത്തു. 200 രൂപ കൊടുക്കാൻ എന്തെങ്കിലും ഇല്ലാത്ത കാരണം, അല്ലെങ്കിൽ അപ്പൊ തത്സമയം 200 കൊടുത്ത് അതിൽ തന്നെ യാത്ര ചെയ്യും. എന്റെ കരച്ചിൽ കണ്ടപ്പോ ആ കൊച്ചു പറഞ്ഞു അമ്മച്ചക്ക് ഇനി എവിടെ കൊണ്ടുവന്നാക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞു. വേണ്ട മോളെ എനിക്ക് ചെങ്ങന്നൂർ ഇറങ്ങിയാൽ മതി. ഓക്കെ ആന്റി, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാലോ. ഓക്കെ, ആന്റിക്കുള്ള മൂന്നാമത്തെ ചോദ്യം, എനിക്ക് യോഗ്യനല്ല എന്ന് യേശു പറയുന്നത് ആരെ കുറിച്ചാണ്? എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവനും എനിക്ക് യോഗ്യനല്ല. ശരിയായിട്ടുള്ള ഉത്തരമാണ് ആന്റി. വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. തന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ മകനെയോ മകളെയോ വേറെ എന്തിനെങ്കിലുമോ സ്നേഹിക്കുന്നവനെ എനിക്ക് യോഗ്യനല്ല. ശരിയായിട്ടുള്ള ഉത്തരമാണ് ആന്റി. ഓക്കെ ആന്റി, അപ്പൊ നമ്മളൊരു വലിയൊരു സാക്ഷി ആന്റി പറഞ്ഞു. നമ്മൾ ചെറിയൊരു പ്രശ്നത്തിൽ അവിടെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും നമുക്ക് വേണ്ടി ദൈവം ഒരാളെ അയച്ച് നമ്മളെ യഥാസ്ഥാനത്ത് കൊണ്ടാക്കി തരുവാണ്. അപ്പൊ ആന്റിയുടെ ജീവിതം തന്നെ ഒരുപാട് പേർക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്കും പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമായിട്ട് നിൽക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് അവർ കാണുവാണ് ആന്റിയുടെ ജീവിതത്തിലൂടെ. ഉറപ്പായിട്ടും. ഓക്കെ ആന്റി, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആന്റിക്കുള്ള അവസാനത്തെ ചോദ്യം, യേശുവിനെ അനുഗമിക്കുന്നത് എങ്ങനെ ആയിരിക്കണം? തന്റെ കുരിശെടുത്ത് തന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. ഓക്കെ ആന്റി, ആന്റിക്ക് ഉറപ്പാണോ ഉത്തരം? ഓക്കെ ആന്റി ശരിയായിട്ടുള്ള ഉത്തരമാണ്. തന്റെ ക്രൂശ് എടുത്താണ് അനുഗമിക്കേണ്ടത്. ഓക്കെ ആന്റി, 4 ചോദ്യങ്ങൾക്കും ആന്റി ശരിയായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സാക്ഷ്യം പറഞ്ഞു തന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യമായിരുന്നു. ചെറിയൊരു പ്രശ്നത്തിലും നമ്മളെ കാണുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് ആന്റി പറഞ്ഞത്. അപ്പോൾ ആന്റി നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടല്ലോ? ഞാൻ കഴിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ വിഷമം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ആന്റി. അങ്കമാലിയിൽ നിന്ന് അന്നാമ്മ ആൻറ്റിയാണ് നമ്മളോട് സംസാരിച്ചത്. ആൻറ്റി പറഞ്ഞത് വഴിയെക്കുറിച്ചാണ്. ആൻറ്റി പറഞ്ഞത് നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും ജീവനിലോട്ടുള്ള വഴിയിലോട്ട് ആൻറ്റി പോകത്തുള്ളൂ എന്നാണ് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പല പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ തീരുമാനിക്കും ഏത് വഴിയാണ് വേണ്ടത്. നമ്മൾ എപ്പോഴും എളുപ്പമുള്ള വഴിയായിരിക്കും സെലക്ട് ചെയ്യുന്നത്. പരീക്ഷാ സമയത്താണെങ്കിൽ നേരത്തെ പഠിക്കേണ്ടതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് മൊമെൻ്റ് ഇരുന്ന് പഠിച്ചിട്ട് ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് വന്ന് എക്സാം എഴുതും. ഇനി അതേസമയം കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യും, നേരത്തെ പഠിച്ച് പ്രിപ്പയർ ആയിട്ട് വന്നിരുന്ന എക്സാം എഴുതും. അപ്പം ദൈവത്തോട് നമ്മൾ രണ്ടുപേരും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ആരാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത്, അവരുടെ വേദനയെ അവരുടെ പ്രാർത്ഥനയായിരിക്കും ദൈവം കേൾക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളിലും ഓരോ പ്രതിസന്ധികളിലും നാം കാണേണ്ടത് നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ദൈവത്തോട് നിലവിളിച്ച് നമ്മുടെ വഴി സെലക്ട് ചെയ്ത് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. അതിന് നമുക്ക് എല്ലാവരും സഹായിക്കുമാറാട്ടെ. വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഞാന് കോട്ടയം പാമ്പാടിയിൽ നിന്ന് അന്ന വർഗീസ്. ഏലിയാമ്മ വർഗീസ്. ഓക്കെ ആന്റി, സുഖമാണോ? സുഖമില്ലാതിരിക്കുക. ഓക്കെ, എന്ത് പറ്റി? 1 മാസമായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ആശുപത്രിയിലായിരുന്നു. ഓക്കെ, ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ട്. ഓക്കെ, ഇപ്പൊ സുഖമുണ്ടോ? ഒന്ന് ബെറ്റർ ആയി വരുന്നുണ്ടോ? ഇപ്പം കുറവുണ്ട്. ഓക്കെ ആന്റി, നല്ലോണം റെസ്റ്റ് എടുക്കുക, നല്ലോണം ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിക്കണം കേട്ടോ. റെസ്റ്റ് എടുക്കുകയാണ്. ഓക്കെ ആന്റി, കോട്ടയത്ത് എന്തൊക്കെയുണ്ട് വിശേഷം? എന്തിരിക്കുന്നു, ഭയങ്കര ചൂടാ.
ഓക്കെ, ഇവിടെ ഭയങ്കര ചൂടാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ കാലാവസ്ഥ മാറി മറിയണത് ഇപ്പോ. അതെ, തിരുവനന്തപുരം അല്ലേ? അതെ. ഓക്കെ ആന്റി, വീട്ടിലെല്ലാവർക്കും സുഖാണോ? ആണല്ലോ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? ചോദിക്കാമല്ലോ. ഓക്കെ, ആന്റിക്കുള്ള ആദ്യത്തെ ചോദ്യം, പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ആന്റി ചോദ്യം കേട്ടായിരുന്നോ? കർത്താവിനെ അയച്ചവനെ കൈക്കൊള്ളുന്ന പ്രവാചകൻ എന്ന് വെച്ച പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. ഓക്കെ ആന്റി, ആന്റി പറഞ്ഞ ഉത്തരം ശരിയാണ്. പ്രവാചകനെ പ്രവാചകൻ എന്ന് വെച്ച് കൈക്കൊള്ളണം. ശരിയായിട്ടുള്ള ഉത്തരമാണ് ആന്റി. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ആന്റി, അപ്പൊ നമ്മൾ ഇന്ന് വഴിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വേദപുസ്തകത്തിൽ നമുക്ക് 2 തരത്തിലുള്ള വഴിയുള്ളത് ആന്റിക്ക് അറിയാലോ, ജീവങ്കിലേക്കുള്ള വഴി, നാശത്തിലേക്കുള്ള വഴി. ഓക്കെ, ആന്റിക്ക് അത് അറിയാലോ, ആ ഒരു മത്തായി സുവിശേഷത്തിലുള്ളത്. നമുക്ക് മത്തായി സുവിശേഷത്തില് 2 തരത്തിലുള്ള വഴികളെ കുറിച്ച് പറയുന്നുണ്ട്, ജീവങ്കിലേക്കുള്ള വഴി, നാശത്തിലേക്കുള്ള വഴി. ആന്റി അതിനെ കുറിച്ച് യേശു കർത്താവ് നമ്മളോട് പറയുന്ന ഒരു ഉപമ പോലെ പറയുന്നതാണ്, ഒരു ഉപദേശം പോലെ നമ്മളോട് പറയുന്ന ഒരു ഭാഗമാണ്. നമ്മൾ ഇന്ന് അതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കാണെങ്കിൽ ഇപ്പൊ ആന്റിക്ക് കോട്ടയത്ത് നിന്ന് ആന്റി എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ആന്റിക്ക് ഏത് വഴിയാണ് എളുപ്പം? ഹൈവേ കയറി പോകുന്നതാണോ ഇഷ്ടം, അതോ ചെറിയ റോഡുകൾ വഴി പോകുന്നതാണോ ഇഷ്ടം? ചെറിയ വഴി. അതെന്ത് പറ്റി ചെറിയ വഴി? നമുക്കാണെങ്കിൽ ഹൈവേ ആകുമ്പോ സ്മൂത്ത് ആയിട്ട് പെട്ടെന്ന് പോവുമല്ലോ. പെട്ടെന്ന് പോകുന്ന അല്ലല്ലോ, നമുക്ക് ലക്ഷ്യത്തിലെത്തുന്നല്ലേ ചിലപ്പോ. ഓക്കെ, ലക്ഷ്യത്തിൽ എത്തുന്നതിലാണ് കാര്യം. അതിപ്പം ഹൈവേ വലിയ വഴി തന്നെ വേണമെന്ന് ആന്റിക്കില്ല, പക്ഷെ ചെറിയ വഴിയായിരുന്നാലും ഓക്കെയാണ്. ഇത് തന്നെയാണ് വേദപുസ്തകം പറയുന്നത്. പക്ഷെ വേദപുസ്തകം പറയുന്നുണ്ട് ഇടുക്ക് വഴിയാണെങ്കിലും നമ്മൾ ജീവങ്കലെ. ഓക്കെ, അതായത് ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നാൽ പോലും നമ്മൾ ജീവങ്കിലേക്ക് എത്തത്തുള്ളൂ. ആ പ്രശ്നങ്ങൾ അതിജീവിച്ച് നമ്മൾ എത്തത്തുള്ളൂ. ഓക്കെ ആന്റി, ഇന്ന് വേദപുസ്തകം വായിച്ചായിരുന്നോ? ഓക്കെ, ഇന്ന് ഏത് അധ്യായ വായിച്ചത്? ഇപ്പൊ ഇന്ന് രാവിലെ ഒരു ദിവസം വായിക്കുന്നില്ല, രാത്രി വായിക്കുന്ന. ഇപ്പൊ വായിച്ചത് അവിടുന്ന് പറഞ്ഞു തന്ന വചനം. ഓക്കെ ഓക്കെ, മത്തായി സുവിശേഷമാണല്ലേ ആന്റി വായിച്ചത്? ഓക്കെ ഓക്കെ ആന്റി, ആന്റിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്യം ഏതാണെന്ന് പറയൂ. ആന്റി ഇതുവരെ ഒരുപാട് വേദപുസ്തകം വായിച്ചിട്ടുണ്ടാവും. ഈ വേദപുസ്തകം വായിച്ചതിൽ ആന്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ആന്റി ആശ്വസിപ്പിക്കുന്ന ഒരു വാക്യം? ഒത്തിരി ഉണ്ട് ആശ്വസിപ്പിക്കുന്ന വാക്യം. ഇപ്പൊ ഏത് പറയണമെന്ന് ഞാൻ ഓർക്കുന്നില്ലല്ലോ. എന്നാലും പെട്ടെന്ന് ഇപ്പൊ മനസ്സിൽ വരുന്ന ഒരു വാക്യം ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞാൻ പറയും, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തെല്ലാം ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഓക്കെ, നല്ലൊരു വാക്യമാണ് ആന്റി. നമ്മൾ എവിടെ 2-3 പേര് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ നമ്മൾ എവിടെ കൂടി വരുന്നോ അവരുടെ മധ്യത്തിൽ യേശു നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളോടൊപ്പം ഇരുന്ന് നമ്മളോട് കൂടെ നമ്മുടെ വിശേഷവും കാര്യങ്ങളൊക്കെ കേട്ടറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് അല്ലേ? ഓക്കെ ആന്റി, ആന്റി പള്ളിയിൽ പോവാറുണ്ടല്ലോ? ഇല്ല, ഇപ്പൊ എങ്ങും പോകുന്നില്ല. കാല് നടക്കാനൊന്നും ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ ആരാധനയൊക്കെ ഓൺലൈൻ ആയിട്ടാണോ അറ്റൻഡ് ചെയ്യുന്നത്? ഇല്ല, ചിലപ്പോ ടിവി കൂടെ കേൾക്കും. വേദപുസ്തകം വായിച്ചു. ഓക്കെ, വേദപുസ്തകം വായിച്ച് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയിരുന്നു, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ അതെല്ലാം മിസ് ചെയ്യാനുണ്ടാവും അല്ലേ ആന്റി? ആന്റിക്ക് എത്ര വേഗം സുഖമായിട്ട് വേഗം തന്നെ പള്ളിയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം ആന്റി. ഓക്കെ, ആന്റിക്കുള്ള 2ാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഒരിക്കലും പ്രതിഫലം കിട്ടാതെ പോകുകയില്ലെന്ന് യേശു സത്യമായിട്ട് പറഞ്ഞ കാര്യം ഏതാണ്? കിട്ടാതെ പോകുകയില്ല. യേശു സത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ചാൽ പ്രവാചകനെ കൈക്കൊള്ളുന്നവനെ പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാനെ കഴിക്കുന്നവൻ നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. അതും കഴിഞ്ഞിട്ടാണ് ഈ ഒരു വേദഭാഗമൊക്കെ പറഞ്ഞത്. ആന്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും ചെറിയവന് ഒരു പാനപാത്രം വെള്ളം മാത്രം കുടിക്കാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകും. ഓക്കെ ആന്റി, അങ്ങനെ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞിരിക്കുകയാണ് ആന്റി. ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും കുടിക്കാൻ കൊടുക്കുന്നവന്. ഓക്കെ ആന്റി, ശരിയായിട്ടുള്ള ഉത്തരമാണ് കേട്ടോ.
കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ആന്റി സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ചിരുന്നല്ലോ അല്ലേ? പഠിപ്പിച്ചായിരുന്നു. ഓക്കെ, ഇപ്പൊ ആ കുട്ടികളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? സൺഡേ സ്കൂൾ പഠിപ്പിച്ച കുട്ടികളെയൊക്കെ കാണാറുണ്ടോ? ഇപ്പൊ എങ്ങും പോകാറില്ലല്ലോ, പള്ളിയിൽ പോകാറൊന്നുമില്ല. ഓക്കെ, ആരെയും അടുത്തൊന്നും വരാറില്ല അല്ലേ? ആ, വല്ലപ്പോഴും ഒക്കെ ടീച്ചറിനെ കാണാൻ വേണ്ടി കുട്ടികൾ വരും. ഓക്കെ ആന്റി. ആന്റി വേദപുസ്തകം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഈ പറഞ്ഞു കൊടുത്തിട്ടുള്ളതിൽ ആന്റിയെ സ്വാധീനിച്ച ഏതെങ്കിലും കുട്ടികളുണ്ടോ? ചില കുട്ടികൾ നമുക്കാണെങ്കിൽ നമുക്ക് തന്നെ അറിയാമല്ലോ, ഈ കുട്ടികൾ വരുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അയ്യോ വലിയവനാവും, ദൈവത്തിന് വേണ്ടി നിൽക്കും, അങ്ങനെ തോന്നിയ ഏതെങ്കിലും കുട്ടികളുണ്ടോ? ഉണ്ട്, കുട്ടികളുണ്ട് ഒത്തിരി. ഇപ്പം അവരെല്ലാം പ്രായമായില്ലേ, ഞാൻ കാണാറൊന്നുമില്ല. ഓക്കെ, ആന്റിയുടെ കുട്ടികളും പഠിപ്പിച്ച കുട്ടികളും പ്രായമായി തുടങ്ങിയല്ലേ? ആ, പ്രായമായി. ഓക്കെ ആന്റി. ആന്റി വീട്ടിലെല്ലാവർക്കും സുഖമാണല്ലോ? ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? പോകാമല്ലോ. ഓക്കെ, ആന്റിക്കുള്ള മൂന്നാമത്തെ ചോദ്യം, തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുത്തേക്ക് അയച്ചപ്പോൾ യോഹന്നാൻ എവിടെയായിരുന്നു? കാരാഗൃഹത്തിൽ. ആന്റി ഒരു ഡൗട്ടും ഇല്ലാതെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശരിയായിട്ടുള്ള ഉത്തരവാണ് ആന്റി, കാരാഗൃഹത്തിൽ. ആന്റിക്ക് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് അറിയില്ലേ? അറിയാം, വായിച്ചിട്ടൊക്കെ കുറച്ചൊക്കെ അറിയാം. ഓക്കെ, നമുക്കറിയാം യോഹന്നാൻ സ്നാപകനാണെങ്കിൽ ഒരുപാട് ഒരു പ്രത്യേകതരം ജീവിതമുള്ള ഒരു മനുഷ്യനായിരുന്നു അല്ലേ? യേശുവിന് മുൻപേ വഴി ഒരുക്കാൻ വന്ന ശിഷ്യനാണ്, വന്നൊരു ഒരു പ്രവാചകന് തുല്യമാണ്. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് യോഹന്നാൻ സ്നാപകൻ. പക്ഷെ വളരെ ചുരുക്കമായിട്ടുള്ള ഒരു ജീവിതകാലേ യോഹന്നാൻ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ ആന്റി. ഓക്കെ, ആന്റിയെ നമ്മുടെ വേദപുസ്തകത്തിൽ സ്വാധീനിച്ച ഏതെങ്കിലും വ്യക്തികളുണ്ടോ? യോഹന്നാൻ യേശുവിന്റെ ആരംഭശിഷ്യനായിരുന്നു, ദൈവത്തോട് ചേർന്നിരുന്ന ശിഷ്യനാണ് യോഹന്നാൻ. ആ യോഹന്നാൻ ആന്റിക്ക് ഇഷ്ടമാണോ? ഓക്കെ, യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ. ഈ യോഹന്നാനാണ് യേശുവിന്റെ വലതുഭാഗത്ത് ഇരിക്കുവാൻ വേണ്ടി ചോദിച്ചതല്ലേ, ആ ഒരു വരം തരണമെന്ന്. നമുക്കൊരാഗ്രഹമുണ്ട് യേശുവിന്റെ വലതിരിക്കണമെന്നൊക്കെ ഇല്ലേ? അങ്ങനെ ആഗ്രഹിച്ചാൽ നമുക്ക് കിട്ടത്തെ, നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റുമോ? എന്നാലും ആഗ്രഹിച്ചൂടെ ആന്റി? ദൈവകൃപയിൽ ജീവിക്കണമെന്നും തന്നെ ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, നമ്മള് ദൈവത്തിന്റെ ആ ഒരു പാതയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരം തരും അല്ലേ? ഓക്കെ ആന്റി, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആന്റിക്കുള്ള അവസാനത്തെ ചോദ്യം, യോഹന്നാൻ ശിഷ്യന്മാരെ യേശുവിന്റെ അടുത്തേക്ക് അയക്കുവാനുള്ള കാരണം എന്തായിരുന്നു? യേശുവിന്റെ അടുക്കിലേക്ക് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ അയച്ചില്ലേ, അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമെന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു, അതിനു വേണ്ടിയാണ്. എന്തോ കേട്ടിട്ടാണ് അയച്ചത്. ആന്റി പറഞ്ഞ ഉത്തരം ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ വ്യക്തമാക്കിയെന്ന് പറയാമോ? ഉത്തരം ശരിയാണ്, ഓൾമോസ്റ്റ് ഇങ്ങനെ അടുത്ത് വന്നിട്ടുണ്ട്. ക്രിസ്തുവിന്റെ പ്രവർത്തികളെ കുറിച്ച് കേട്ടിട്ട്. കറക്റ്റ് ഉത്തരമാണ് ആന്റി, ക്രിസ്തുവിന്റെ പ്രവർത്തികളെ കുറിച്ച് കേട്ടിട്ടാണ് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ അയച്ചത്. ശരിയായിട്ടുള്ള ഉത്തരമാണ് ആന്റി. അപ്പൊ ആന്റി 4 ചോദ്യങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. സന്തോഷമായോ? സന്തോഷമായി. പാട്ടൊന്നും വേണ്ടേ? ഞാൻ ചോദിക്കാൻ വിട്ടുപോയി ആന്റി, എന്നൊരു പാട്ടായാലോ? പാടാം ചെറുതായിട്ട്. അനുദിനമെന്നെ കുറിക്കുന്ന ദൈവം അനവധി നന്മകൾ നൽകിടുന്നു, അനന്തമാ തിരുകൃപമതിയേ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ, അനന്തമാം തിരുകൃപമതിയേ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. ജീവിതമാം എൻ പടവിൽ വൻതിരമാല വന്നടിച്ചാൽ അമരക്കൽ അഭയമായി മാറുന്നുണ്ട്, അമരും വെൺകാറ്റും തിരമാലയും അമരക്കൻ അഭയമായി മാറുന്നുണ്ട്, അമരും വെൺകാറ്റും തിരമാലയും
അനുദിനമിന്നെ പുലർത്തുന്ന ദൈവം അനവധി നന്മകൾ നൽകിയിടുന്നു. അനന്തമാം തിരുകൃപമതിയെ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. അനന്തമാം തിരുകൃപമതിയെ അനുഗ്രഹ ജീവിതം നയിച്ചിടുവാൻ. ഓക്കെ ആൻറ്റി, വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു. നമ്മളിങ്ങനെ ചോദിക്കാതിരുന്നുവെങ്കിൽ ആ പാട്ട് നമുക്ക് മിസ്സായി പോവായിരുന്നു ആൻറ്റി. വളരെ നല്ലൊരു പാട്ടാണ് ആൻറ്റി. ഓക്കെ ആൻറ്റി, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. വിളിക്കാം. ഓക്കെ ആൻറ്റി, ബൈ. താങ്ക് യു. താങ്ക് യു. കോട്ടയത്ത് നിന്ന് ഏലിയാമ്മ ആൻറ്റിയാണ് നമ്മളോട് സംസാരിച്ചത്. ആൻറ്റി 4 ചോദ്യങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരം നൽകി വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടൊക്കെ പാടി. ആൻറ്റി വളരെ ചെറിയൊരു ബുദ്ധിമുട്ടിലാണ്. നമ്മളെല്ലാവരും ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ആൻറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വഴിയെക്കുറിച്ചാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന വഴി നമുക്കാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. നാശത്തിലേക്ക് പോകണോ ജീവങ്കിലേക്ക് പോകണോ വഴി നമ്മുടെ മുൻപിലുണ്ട്. ഏത് വഴിയാണെന്ന് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഒരു ഓപ്ഷനാണ്. ആ ഓപ്ഷൻ ശരിയായിട്ട് തിരഞ്ഞെടുക്കേണ്ടതാണ് നമുക്ക് ദൈവം നൽകിയിട്ടുള്ളൊരു കർത്തവ്യം എന്ന് പറയുന്നത്. ആദാമിനോടും ഹവ്വയോടും ദൈവം പറഞ്ഞത് നിങ്ങൾ ഈ പഴം കഴിക്കരുതെന്നാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? കഴിച്ചു പാപം ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരുപാട് പാപത്തിനുള്ള ഒരു ടെൻഡൻസിയൊക്കെ നമുക്ക് വരാറുണ്ട്. ഈ ടെൻഡൻസി എല്ലാം ഓവർകം ചെയ്ത് ജീവങ്കിലേക്ക് പോകേണ്ടത് എത്ര കഷ്ടപ്പെട്ടിട്ടായിരുന്നാലും എത്ര ബുദ്ധിമുട്ടിയിട്ടായിരുന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കേണ്ടത് നമുക്ക് ദൈവം നൽകിയിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണ്. അതിന് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.